നേവി ഉദ്യോഗസ്ഥനായിരുന്നു. അത് നിർത്തിയിട്ട് സിനിമയിലേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ജോസ് പ്രകാശിന്റെ മകൻ രാജൻ ജോസ് പ്രകാശിനെ പരിചയപ്പെട്ടത്. ജയൻ സാറിനൊരു മകനുണ്ട് എന്നുള്ള രീതിയിൽ ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. അതില് നമുക്ക് തെളിയിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. DNA ടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇതിപ്പോ എന്റെ വണ്ടിയാണെങ്കിൽ ഇതിന്റെ എല്ലാ ബുക്കും പേപ്പർ എന്റെ വേണം. എനിക്കുള്ള ഒരാൾ വന്നിട്ട് ഈ വണ്ടി എന്റെയാന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചായക്ക് 10 രൂപ കടിക്ക് 10 രൂപ മേടിക്കണുള്ളൂ. അപ്പൊ എന്റെ ഉമ്മ ക്യാൻസർ രോഗിയാ. മലദ്വാരം ഇവിടെ പെങ്ങളും ഉമ്മയാണ് താമസിക്കുന്നത്. വാപ്പപ്പം മരിച്ചു പോയി അടുത്തു. അപ്പൊ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങള് എന്റെ സെലിബ്രിറ്റിയിൽ നഷ്ടപ്പെട്ടു. മോൻ സെലിബ്രിറ്റിയാണ്. എല്ലാ ചാനലിലും മോനുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഞാൻ സെലിബ്രിറ്റി ആയിരുന്നു. ഞാൻ സെലിബ്രിറ്റി ആവാനല്ല, എൻ്റെ ചായ ചിലവാവണം. ഇപ്പൊ എൻ്റെ വാപ്പ മരിക്കാൻ കാണുന്ന സ്ഥലത്ത് വന്നിട്ട് എൻ്റെ കോട്ടുകൾ നോക്കാനേ നേരുള്ളൂ. എന്തോരം കോട്ടവന്. ഇപ്പൊ ഈ ചൂട്ടത്ത് ജയൻ സാറിന്റെ വേഷമൊക്കെ ഇട്ടിട്ട് വരുമ്പോ അതിലുള്ള കുറെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മധു സാറ് ഇപ്പൊ എന്നെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു ഒരു ഇന്റർവ്യൂല്. തൃശ്ശൂർ ഒരു ജയനുണ്ട്, ആള് തട്ടുകട നടത്തുന്നുണ്ട് ചായ. ഇപ്പൊ സുരേഷ് ഗോപി പിടിച്ചു. ഇപ്പൊ ജനിച്ചിട്ടുള്ള കറക്റ്റ് കുട്ടികളെ ജയനസീമിയാണ് പേര്. ആൺകുട്ടിയും പെൺകുട്ടിയും. ആൾക്കാർക്ക് ഒരു എന്നെ കാണുമ്പോ ഒരു സന്തോഷം. എന്നിട്ട് ജയൻ സാറിന്റെ 5 ഡ്രസ്സ് എനിക്ക് തന്നു. ആളിട്ടേരുന്നത് ആ എയർപോർട്ടുള്ള ഡ്രസ്സ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. എനിക്ക് എന്തായാലും ചൂടായാലും എനിക്ക് ഉള്ളിലെ എസിയാ. കാരണം ഇവിടെ നിൽക്കുന്നത് നിസ്സാര ഒരു വ്യക്തിയല്ലല്ലോ, ജയൻ സാറാണ്. എനിക്ക് ഇങ്ങനെ നടക്കാനുള്ള അവകാശമല്ലേ? നടന്നോളൂ. നമ്മളിപ്പോ തൃശ്ശൂരാണ്, നല്ല ചൂടാണ്. അപ്പൊ നമ്മള് ജയന്റെ കയ്യിൽ നിന്ന് ഒരു മുന്തിരി ജ്യൂസ് കുടിക്കാനായിട്ട് വന്നതാണ്. കുടിച്ചാലോ? വാ ജയൻ സാർ, മുന്തിരി ജ്യൂസ് കിട്ടോ? ഞങ്ങള് രാവിലെ മുതൽ ഓടി തളർന്നു വന്നിരിക്കുക. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു മുന്തിരി ജ്യൂസ് കുടിക്കാന്ന്. ഓക്കെ, എങ്ങനെ ആദ്യം ഇങ്ങനെ വിചാരിച്ചു ഈ ജയന്റെ കോസ്റ്റ്യൂമിൽ വന്നിട്ട് ഇങ്ങനെ മുന്തിരി ജ്യൂസും ചായയൊക്കെ വിൽക്കാന്ന്? അതായത് ഞാൻ ആദ്യം പ്രവാസിയായിരുന്നു. പിന്നീട് ഈ കോവിഡ് സമയത്ത് ആവണേറ്റ് മുമ്പ് ഞാൻ ഇവിടെ നാട്ടിലെത്തി. പിന്നീട് എനിക്ക് പോകാൻ പറ്റിയില്ല. കോവിഡ് സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പിന്നെ സാധാരണ ബിൽഡിങ്ങുകളൊക്കെ പണിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചായ ആയിട്ട് പോയി. കോവിഡ് കഴിഞ്ഞതിന് ശേഷം സ്ഥിരക്കാർ വന്നപ്പോൾ എൻ്റെ ചായ കച്ചവടം പോയി. അതിന് ശേഷം അഷ്റഫിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും ചായ വേണ്ട. അപ്പോൾ പിന്നെ ചായ കളയായി ഡെയിലി. അപ്പോൾ പിന്നെ ജയൻ സാറിൻ്റെ വേഷമിട്ട് വന്നപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ചായ വേണമെന്ന് പറയും. അദ്ദേഹത്തിനോടുള്ള ഇഷ്ടമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള. നമ്മള് ഒരു അനശ്വര നടനാന്ന് പറയും അദ്ദേഹത്തെ. അപ്പൊ ആ ഒരു സ്നേഹം കിട്ടുന്നുണ്ടല്ലേ? അതെ, ജയൻ സാർ എന്ന് പറഞ്ഞ ഒരു പടവൃക്ഷാണ്. അപ്പോൾ ജനങ്ങൾ എന്തായാലും ചായയും കാപ്പിയൊക്കെ കൊണ്ടുപോയാൽ അവർ വേണ്ട എന്ന് പറയില്ല. അപ്പോൾ ഞാൻ അത് കണ്ടിട്ടാണ് ജയൻ സാറിൻ്റെ വേഷമിട്ട് പോയത്. അങ്ങനെ ജയൻ സാറിൻ്റെ വേഷമിട്ട് പോയപ്പോൾ ഒരുപാട് പേര് ചായ കുടിക്കുകയും സെൽഫി എടുക്കുകയും 10 രൂപ മാത്രം. സെൽഫി ചായ വിത്ത് സെൽഫി 10 രൂപ. ഇപ്പൊ ചൂടുകാലമായ കാരണം ജ്യൂസ് ആയിട്ടാണ് വന്നത്. ചായ വിത്ത് സെൽഫി അങ്ങനെയാണല്ലേ? അത് കൊള്ളാം. ചായ വിത്ത് സെൽഫി. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് പൂങ്കുന്നം ഭാഗത്താണ്. ചേട്ടൻ ഇവിടെ തന്നെയാണ് കാണാറ്? ഇവിടെ ഈ പൂങ്കുന്നം ഭാഗത്ത് ഇപ്പൊ എല്ലാവരും പറയണ പല ഭാഗങ്ങളിലേക്ക് വരാനാണ് പറയണത്. അപ്പോ ഇനി ഓരോ സ്ഥലത്ത് ഒരാഴ്ച ഓരോ സ്ഥലത്ത് പോയിട്ട് പിന്നെ വേറെ സ്ഥലത്ത് ഈ പുള്ള് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. പുള്ള് അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോയി. അപ്പൊ അങ്ങനെ ഇപ്പൊ ചെറിയ ആൾക്കാരൊന്നല്ല ചായ കുടിക്കാൻ വരുന്നത്. ഇപ്പൊ ജില്ലാ കളക്ടർ കൃഷ്ണചാരിയൊക്കെ വന്ന് ചായ കുടിച്ചു. ഇപ്പൊ സുരേഷ് ഗോപി പിടിച്ചു. അങ്ങനെ പല ആൾക്കാരും വന്ന് ചായ കുടിച്ച് 1000 ഒക്കെ തരും. ഇപ്പൊ എന്തായാലും പരാജയപ്പെട്ടത് വിജയിച്ചു എന്നുള്ളതാണ്. നമ്മളിത് വേണ്ട ഇതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വിറ്റ് എല്ലാം ഉപേക്ഷിച്ചിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യാം. എന്നിട്ട് വേറെ ബിസിനസ്സിലേക്ക് കിടക്കും. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിന്നു ജയൻ സാറിലൂടെ. ഇപ്പൊ ഒരുപാട് ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടുണ്ട് നിൽക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ലേ? അല്ലെങ്കിൽ ചൂടൊക്കെ ആണല്ലോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യാറില്ല? എനിക്ക് എന്തായാലും ചൂടായാലും എനിക്ക് ഉള്ളിലെ എസിയാ. കാരണം ഇവിടെ നിൽക്കുന്നത് നിസ്സാര ഒരു വ്യക്തിയല്ലല്ലോ, ജയൻ സാറാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഒരു ചൂട് തോന്നുന്നില്ല. ഇപ്പോ അദ്ദേഹം ജനിച്ചത് വേറൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിലും തൃശ്ശൂർ ഭാഗത്ത് ഒരുപാട്
എന്താ പറയാ സ്വീകാര്യത കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് എനിക്കുള്ളത് അറിയാം, നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത്. അദ്ദേഹത്തിന്റെ ചരിത്രം ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ തന്നെ ഉണ്ട്. ചേട്ടൻ എന്താ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്? ജയൻ സാറിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ തൃശ്ശൂർ മാത്രമല്ല, ജയൻ സാർ ഇപ്പോൾ എല്ലായിടത്തും ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കണം. കാരണം അതിലേക്ക് ഒരാൾ ഇനി വരൂല്ല, വന്നിട്ടുമില്ല. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞ ശരപഞ്ചരത്തിലെ സിനിമ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കയറ്റം തന്നെയാണ്. പ്രേം നസീർ സാറിന്റെ ആ ഒരു കാലഘട്ടത്തിൽ മരം ചുറ്റി പ്രേമം അങ്ങനെയുള്ള സംഭവത്തിലാണ് ജയൻ സാർ കയറി വരുന്നത്. കേരളം മുഴുവനല്ല, ഹിന്ദി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പേര് കേട്ട ഒരാൾ തന്നെയാണ്. അപ്പൊ ജയൻ സാറിന്റെ വേഷത്തിൽ പോയപ്പോഴാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ എൻ്റെ ജീവിതം ഒന്ന് പച്ചപ്പിടിച്ചത്. കാരണം പ്രോഗ്രാമും എനിക്ക് കിട്ടുമല്ലോ. കാരണം ഒരു പ്രോഗ്രാം ഇല്ലാത്ത ആ സമയത്ത് ഞാൻ ഗൾഫിലേക്ക് പോയതാണ്. അന്ന് കാലത്തേക്ക് 200 രൂപ പേയ്മെന്റ് ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോയത്, 3 പെങ്ങന്മാരാ. അപ്പോൾ പിന്നെ തിരിച്ചു വന്ന് ചായ കച്ചവടം ചെയ്ത് പിന്നെ തിരിച്ചും എനിക്ക് പ്രോഗ്രാമിലേക്ക് കയറാൻ പറ്റിയെന്നുള്ളതാണ് ഈ വേഷത്തിൽ. ഇപ്പോൾ പ്രോഗ്രാം ഇല്ലാത്ത ദിവസം ഈ ചായ കച്ചവടം ജ്യൂസൊക്കെ ആയിട്ട് ഇറങ്ങും. ആളുകളൊക്കെ എന്താ പറയണേ, അതായത് ഇപ്പൊ നമ്മള് വന്ന് നിന്നപ്പോഴാണെങ്കിലും ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട്, അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട്. അപ്പോ ആളുകളൊക്കെ എന്താ പറയണേ, ഈ ഒരു വേഷത്തില് സ്വീകരിച്ചിട്ടുണ്ടെന്നറിയാം, എന്നാലും എന്തെങ്കിലും? അതായത് തുടക്കത്തിൽ തന്നെ നമ്മളിപ്പോ കുറച്ച് ആൾക്കാർ പരിഹസിച്ചിരുന്നു. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, കാരണം ആരെങ്കിലും അങ്ങനെ കളിയാക്കിയിട്ടുണ്ടോ? എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. കാരണം നിനക്ക് വല്ല പ്രാന്തുണ്ടോന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ജയൻ സാറിന്റെ വേഷത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ ആളുടെ വില കളയരുത്, നീ അങ്ങനെ നടക്കരുത് ഇങ്ങനെ. എന്തായാലും ജയൻ സാറെന്ന് പറഞ്ഞല്ലോ അവര്. അതിൽ തന്നെ ഒരു സന്തോഷം എനിക്ക്. ജയൻ സാറിന്റെ വേഷത്തിൽ നടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവന് മനസ്സിലായല്ലോ ജയൻ സാറാണെന്ന്. എന്നിട്ട് അവരെന്നെ എനിക്ക് പൊന്നാട ഇടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അവര് ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ, ടി വിയിലൊക്കെ കാണുമ്പോൾ ഞാൻ ജില്ലാ കളക്ടറും ഇവരൊക്കെ വിളിക്കുമ്പോൾ, ഇപ്പൊ മധു സാറ് ഇപ്പൊ എന്നെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു ഒരു ഇന്റർവ്യൂല്. തൃശ്ശൂർ ഒരു ജയനുണ്ട്, ആള് തട്ടുകട നടത്തുന്നുണ്ട്, ചായ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ജയൻ സാർ എന്ന് പറഞ്ഞ ലെജൻഡ് ആയിട്ടുള്ള ഒരു ആളെ എന്നെ കുറിച്ച് ഒരു വാക്ക് പറയുന്നത് പോലും അത് വലിയൊരു അഭിമാനിക്കാവുന്ന. എന്താ വെച്ചാൽ മലയാള സിനിമയിൽ ശരിക്കും പറയാന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ഒരു കാർന്നൂര് എന്ന് പറഞ്ഞാൽ മധു സാർ മാത്രമേ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുള്ളൂ. ആളെന്നെ കുറിച്ച് 2 വാക്ക് പറയാന്ന് പറഞ്ഞാൽ അവരൊരു വലിയൊരു അഭിമാനമാണ്. അപ്പൊ പിന്നെ ഇനി ഒരാളുടെ അഭിപ്രായം വേണ്ട. വീട്ടുകാരൊക്കെ എന്താ പറയണേ? വീട്ടുകാരൊക്കെ അവർക്കിപ്പോ അഭിമാനമാണ്. കാരണം ഈ നിങ്ങളുടെ മകനാണല്ലേ, ഇങ്ങനെ കാണാറുണ്ട് എന്നെ അവിടെ കാണുമ്പോ, പെങ്ങന്മാർക്കൊക്കെ ഇങ്ങനെ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി ചായ കച്ചവടമാണ്. ഞാൻ ഈ വേഷം കൊണ്ട് വേറെ പൈസ ഒന്നും ആൾക്കാരിൽ നിന്ന് മേടിക്കുന്നില്ല. ഞാൻ ഈ ചായക്ക് 10 രൂപ, കടിക്ക് 10 രൂപ മേടിക്കണുള്ളൂ. അപ്പം എൻ്റെ ഉമ്മ ക്യാൻസർ രോഗിയാണ്. അപ്പം അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഈ വേഷത്തിലൂടെ ഇല്ലാതായെന്നാണ് അതിൻ്റെ അർത്ഥം. അവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളുണ്ട്, അതില്ലാണ്ടായി. അതെന്ന് വെച്ചാൽ മോൻ സെലിബ്രിറ്റിയാണ്, എല്ലാ ചാനലിലും മോനുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ആൾക്കാർ കിറ്റ് കൊടുത്തിരുന്നു. പെങ്ങളും ഉമ്മയാണ് താമസിക്കുന്നത്, വാപ്പപ്പം മരിച്ചു പോയി അടുത്ത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എൻ്റെ സെലിബ്രിറ്റിയിൽ നഷ്ടപ്പെട്ടു. അവർക്ക് ക്യാൻസർ രോഗിയെന്ന് പറഞ്ഞാൽ ഇവിടെ മലദ്വാരം ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇത് പൈസ നല്ലോണം വരും. അപ്പം ഞാനെന്താ വെച്ചാൽ ഈ ജയൻ സാറിൻ്റെ വേഷത്തിൽ ഞാൻ ചായക്ക് 100 രൂപയൊന്നും മേടിക്കില്ല, 10 രൂപ മേടിക്കണുള്ളൂ. ഇത് കണ്ടിട്ട് ആൾക്കാർ ഇപ്പം എൻ്റെ വാപ്പ മരിക്കാൻ കാണുന്ന സ്ഥലത്ത് വന്നിട്ട് എൻ്റെ കോട്ടുകൾ നോക്കാനേ നേരുള്ളൂ. എന്തോരം കോട്ട അവന്, 10 കോട്ടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എവിടുന്ന പൈസ? ഞാൻ പ്രോഗ്രാമിന് പോകുന്നത് ജയൻ സാർ എന്ന് പറഞ്ഞാൽ നീറ്റായിട്ട് നടക്കുന്ന ഒരാൾ. അപ്പോൾ ഞാൻ അതേപോലെ പ്രൊഫഷണലായിട്ട് നടക്കുള്ളൂ. അങ്ങനെ മോഷണ ഡ്രസ്സൊന്നും ഇട്ടില്ല. കാരണം ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മൾ ഡ്രസ്സ് മേടിച്ച് കളർഫുള്ളായിട്ട് നടക്കും. അപ്പോൾ ഇതൊക്കെ നോക്കലാണ് അവരുടെ പരിപാടി. കാരണം എന്തോരം കോട്ട, എന്നിട്ട് ഇവർക്ക് അതിന് ഇത്രയധികം പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇത്രയധികം, അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. വേറൊരു പ്രശ്നം കൂടെ ഇല്ല, അവർക്ക് അഭിമാനം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു നഷ്ടങ്ങളും അതിലൂടെ വരുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഈ കളിയാക്കലുകളൊക്കെ ഏറ്റുവാങ്ങിയപ്പോൾ ഒരു സമയത്തെങ്കിലും ഇത് നിർത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ എന്തായാലും ഇങ്ങനെയുള്ള വീട്ടുകളിൽ ഇങ്ങനെ എൻ്റെ വീട്ടുകാരിങ്ങനെ പറയുമ്പോഴേ, നീ ഇങ്ങനെ വലിയ ആളായപ്പോൾ സെലിബ്രിറ്റി ആയെന്നാണ് എല്ലാവരും പറയണത്.
എനിക്ക് തോന്നുന്നില്ല ഞാൻ സെലിബ്രിറ്റി ചെയ്യുന്നത്. ഞാൻ സെലിബ്രിറ്റി ആവാനല്ല, എൻ്റെ ചായ ചിലവാവണം. എൻ്റെ ജീവിതം, എൻ്റെ കുട്ടികൾ ഇരട്ട കുട്ടികളപ്പോൾ 3 കുട്ടികളാണ് ഇപ്പോൾ ജനിച്ചിട്ടുള്ള ഇരട്ട കുട്ടികൾ. ജൈനസീമിയാണ് പേര്, ആൺകുട്ടിയും പെൺകുട്ടിയും. അപ്പൊ അവര് ഇങ്ങനെ ഇപ്പൊ ഉണ്ടായിട്ടുള്ളൂ 1.5 വയസ്സായില്ലേ. ജൈനസീമാന്ന് പേരിട്ടു. ആദ്യത്തെ കുട്ടി അഫ്നാൻ. ആ സമയത്ത് ഞാൻ ജയന്റെ വേഷം ചെയ്യില്ല. പിന്നീട് ഇപ്പൊ ഈ ഇരട്ട കുട്ടികൾ ജയൻ സാർ ആയതിനു ശേഷമാണ് ഇരട്ട കുട്ടികളായത്. അപ്പൊ ആ സന്തോഷത്തിന്റെ പേരില് ജൈനസീമാന്ന് ഇട്ടു. അപ്പൊ നമ്മളെ 5 പേര് അങ്ങനെ. അപ്പൊ അതെനിക്കൊരു ചെലവാ. അറിയാലോ ഇപ്പോഴത്തെ കാലത്ത് ജീവിച്ചു പോവാന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. അപ്പൊ അങ്ങനെ പോണ സമയത്താണ് ഇങ്ങനെയുള്ള ഓരോ നഷ്ടങ്ങളും വരുന്നത്. അങ്ങനെ അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെ പോയി ഇരട്ട കുട്ടികളായ കാരണം അവളുടെ വീട്ടിൽ ഞാനിപ്പോ തൽക്കാലം ഇവിടെ നിൽക്കണം. കാരണം ഇരട്ട കുട്ടികളെ നോക്കാന്ന് പറഞ്ഞാൽ പണിയാണ്. അപ്പൊ ഇവരെന്ന് പറഞ്ഞ അസുഖമുള്ളവരാണ് 2 പേര്. എന്റെ ഉമ്മയും പെങ്ങളും. അപ്പൊ അവര് ഇരട്ട കുട്ടികളെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അവര് 2 മണി നേരത്ത് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 5 മണിക്കൊക്കെ ഉറങ്ങും. ഇവര് 5-6 ഗുളിക കഴിച്ച് കിടക്കണവരാ. അപ്പൊ അങ്ങനെ ഉള്ള അത് കാരണം അങ്ങോട്ട് ആളുകൾ മനസ്സിലാക്കണില്ല. ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ചേട്ടൻ ഇത് ചെയ്യുന്നത് ആളുകൾ മനസ്സിലാക്കുന്നത്. അതെ, ഇപ്പൊ അങ്ങനെ നമ്മള് ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മളിപ്പോ നല്ലൊരു ഇതിലല്ലേ ആൾക്കാര് വലിയ രീതിയിലല്ല പറയണത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇതിന്റെ ബാക്ക് ഭാഗമുണ്ട്. നമ്മളിപ്പോ ഏത് സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിലും അതിന്റെ പിൻവശം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നമ്മൾ ക്യാമറയുടെ ബാക്ക് വശമുള്ള ആൾക്കാർ അധ്വാനിക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല. നമ്മുടെ ഇതേപോലുള്ള കുറെ കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ ഞാനിപ്പോ ഈ ചൂട്ടത്ത് ജയൻ സാറിന്റെ വേഷമൊക്കെ ഇട്ടിട്ട് വരുമ്പോ അതിനുള്ള കുറെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഞാൻ കൂടുതൽ പൈസ ഒന്നും മേടിക്കില്ല. ആൾക്കാർക്ക് ഒരു എന്നെ കാണുമ്പോൾ ഒരു സന്തോഷം. അവർക്ക് പ്രഷറും ഷുഗറൊന്നും ഉണ്ടാവില്ല. കാരണം എന്നെ കാണുമ്പോൾ ഒരു എല്ലാവരും കണ്ടില്ലേ ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കണ. അങ്ങനെ ഒരു ഹാപ്പി കൊടുക്കുമ്പോൾ അത് എന്നെ കൊണ്ട് അങ്ങനെ കൊടുക്കാൻ ഒരു ഇത് വലിയൊരു കാര്യമില്ല അത്. അതെ, ഇപ്പൊ ഒരു നടനായതിന്റെ പേരിലാണോ ഇത്ര ഒരു നമുക്കൊരു ആരാധന തോന്നിയിട്ടുള്ളത്? അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റി വൈസ് ആണോ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ളത്? അതെ അതെ, അതെച്ചാ ഈ ജയൻ സാറിന്റെ വേഷട്ട ഒരു നെറ്റിപ്പട്ട് ആനയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടിയ പോലെയാണ്. ഒരു പൗരുഷൻ തന്നെയാണ് ജയൻ സാർ. അപ്പോ ജനങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് എന്നെ കാണുമ്പോൾ. ഫുൾ ഹാപ്പിയാണ്. 100% എല്ലാവരും. ആളുടെ കാര്യം ഞാൻ ചോദിച്ചേ, ആളുടെ ഒരു പേഴ്സണാലിറ്റി ആണോ അതോ എന്താ പറയാ ആളുടെ ഒരു അഭിനയം കണ്ടിട്ടാണ് ഇത്ര ആരാധന തോന്നിയിട്ടുള്ളത്? എനിക്കെന്തായാലും മറ്റേ ജയൻ സാർ, എന്റെ വാപ്പ MGR ഫാനായിരുന്നു, ഞാൻ ജയൻ ഫാനും. അപ്പൊ റിമോട്ട് തമ്മിൽ അങ്ങോട്ട് വലിയാണ്. വാപ്പക്ക് MGRന്റെ കാണണം, 1000-ലൊരു ഞാൻ ഈ ശരപഞ്ചരം അങ്ങനെയുള്ള പടങ്ങൾ അങ്ങനെ ചെറുപ്പം മുതല ആ കുതിരയുടെ ഇതും പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും അങ്ങനെയുള്ള ഓരോ ഡയലോഗുകളുണ്ടല്ലോ. എന്തെങ്കിലും ഡയലോഗ് എന്തെങ്കിലും പറയാമോ? ചേട്ടൻ എന്താ പറയാ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ആളാണ്, ജയന്റെ വേഷം ചെയ്യുന്ന ഒരാളാട്ടോ. ക്യാമറ നോക്കി പറഞ്ഞാലേ. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും. പൊന്മുട്ടിയിടുന്ന താറാവിനെ കൊന്നാൽ പൊന്മുട്ടിയുമില്ല താറാവുമില്ല. നിങ്ങൾ ബുദ്ധിമാനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടിപൊളി. വേറൊരു ഡയലോഗ് കൂടി എന്തെങ്കിലും കൂടി. വേറൊരു ഡയലോഗ്, കത്തി കുട്ടികൾ കളിക്കുന്ന കളിപ്പിട സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. ഈ ചോര എന്ന് പറയുന്നത് സാധാരണ ഒരു വസ്തുവല്ല, അല്പം വില കൂടിയ വസ്തുവാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ആ ഒരു ചിരിയില്ലേ, അതൊക്കെ കുറെ ആളുകളൊക്കെ ഒരുപാട് അനുകരിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് സ്റ്റേജുകളിലൊക്കെ. ചേട്ടൻ ആ ചിരി മാത്രം നല്ല രസമുണ്ട്. അതുകൊണ്ടാ അത് എന്താ വെച്ചാൽ ജയൻ സാറിന്റെ കുറെ നമ്മളിപ്പോ ജയൻ സാറിന്റെ വേഷത്തിൽ കളിയാക്കാൻ വന്നിട്ടുള്ളതല്ല. ഇതൊരു ജയൻ സാറ് മരിച്ചിട്ട് 42 വർഷമായാലും ഒരു കുടുംബം ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ എന്നെ കാണുമ്പോ ഒരുപാട് പേര് ജയൻ സാറിന് ഓർക്കാണ്. ജയൻ സാർ ഇങ്ങനെ എന്നും ഇങ്ങനെ തിളങ്ങി നിൽക്കണം. അപ്പൊ ഒരിക്കലും കളിയാക്കാനോ അല്ല. എൻ്റെ മക്കള് കഞ്ഞി കുടിച്ച് പോകുന്നത് ഈ ജയൻ സാറ് കാരണമാണ്. അഷ്റഫിനെ കൊണ്ട് യാതൊരു ഉപകാരമില്ല. അഷ്റഫിന്
ഞാനൊരു പ്രോഗ്രാമിന് പോയിപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ്. ഇനി ഒരു കൂട്ടുകാരന്മാരുടെ പ്രോഗ്രാമിനും ഒരു കൂട്ടുകാരന്മാരുടെ പ്രോഗ്രാമിന് ഞാൻ പോവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ സെലിബ്രിറ്റി ആകുമ്പോൾ അവർ എൻ്റെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആണെന്നാണ് അവർ. ഞാൻ സെലിബ്രിറ്റി ആവാനല്ല പോയിട്ടുള്ളത്. അപ്പോൾ എന്നെ പ്രോഗ്രാമിന് വിളിച്ചു. ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ പ്രോഗ്രാം ചെയ്തു. എല്ലാവരും വേഷൂരല്ലേ, എല്ലാവർക്കും സെൽഫി എടുക്കണം എന്നൊക്കെ പറഞ്ഞു. കുട്ടല്ലൂർ വെച്ചിട്ടാണ്. അങ്ങനെ എല്ലാവരും സെൽഫി എടുത്തു. 10:30 വരെ ഞാൻ നിന്നു വേഷം ഇട്ടിട്ട്. 8:30 എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു. 10:30 വരെ സെൽഫി എടുത്തു. അങ്ങനെ അവർക്ക് അവരുടെ ഇതാണ്. എൻ്റെ പരിപാടി 8:30 കഴിഞ്ഞു. 10:30 വരെ ഞാൻ സെൽഫി എടുക്കാനായിട്ട് നിന്നു കൊടുത്തു. അപ്പം അത്രയും വൺ വിജയമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നെ പ്രോഗ്രാമിന് വിളിച്ച കൂട്ടുകാരൻ്റെ സ്വഭാവം മാറി. കാരണം എന്നെ സെൽഫി എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോഴേ ഈഗ കയറി. അവൻ എൻ്റെ ഏറ്റവും സെലിബ്രിറ്റി ആയിക്കോട്ടെ, എനിക്ക് യാതൊരു പരാതിയില്ലാത്ത ആളാണ്. അങ്ങനെ എന്നെ പിടിച്ച് മർദ്ദിച്ചു. ഇങ്ങനെ കോളറൊക്കെ പിടിച്ച്. അപ്പം ഞാൻ ജയൻ സാറിൻ്റെ വേഷം ഞാൻ ഊരിയിട്ടുണ്ട്. ഊരിയിട്ട കാരണം അത് ഭാഗ്യമായി. കാരണം ജയൻ സാറിൻ്റെ മേത്ത് തൊടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സുപ്രീം കോടതി വരെ എത്തിയത്. അഷ്റഫിനെയാണ് അവൻ ഇടിച്ചത്. അതുകൊണ്ട് നമ്മുടെ കമ്മീഷണറുടെ അടുത്ത് പോയുള്ളൂ. എന്നിട്ട് അവൻ്റെ സ്റ്റേഷനിൽ പോയിട്ട് താക്കീത് കൊടുത്തു. അത് അഷ്റഫിനെ ആയതുകൊണ്ടാണ്. ജയൻ സാറിന് എന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിലാകും. കാരണം അത്രയും മാത്രം ആരാധിക്കുന്നുണ്ട്, എൻ്റെ കുടുംബം ജീവിക്കുന്നുണ്ട്. ജയൻ സാറിനെ ആക്ഷേപിക്കുക, അതുപോലെ തന്നെ ജയൻ സാറിനെ പിടിച്ചിടിക്കുക. ഈ വേഷം ജയൻ സാറാണ് ഇപ്പോൾ, അഷ്റഫല്ല. കാരണം ചായ കുടിക്കുന്നത് ജ്യൂസ് കുടിക്കുന്നത് ജയൻ സാറിൻ്റെതാണ്. എൻ്റെ വേഷം ഊരിയിട്ട് അഷ്റഫായിട്ട് വന്ന ആരും ചായ കുടിക്കില്ല. ആരെ സെൽഫി എടുക്കുക? അങ്ങനെ അഷ്റഫിനെ അടിച്ചപ്പോഴാണ് അഷ്റഫ് പോയിട്ട് നമ്മുടെ കമ്മീഷണറുടെ അടുത്തേക്ക് പോയി. കമ്മീഷണർ ഒല്ലൂർ സ്റ്റേഷനിൽ പോയി. അവിടുത്തെ SI ഒക്കെ നല്ലൊരു എക്സൈസ് തന്നെയാണ്. നമ്മുടെ പരാതി കേട്ടപ്പോൾ ജയൻ സാറിൻ്റെ വേഷത്തിലല്ല ജീവിക്കുന്ന ഒരാളല്ലേ, അങ്ങനെ ചെയ്യാൻ പാടും. നിങ്ങൾ തമ്മിലൊരു കലാകാരന്മാരല്ലേ, നിങ്ങളത് മനസ്സിലാക്കണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അത് പറഞ്ഞ്. അത് അവരെ സാറുമാരുടെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പെട്ടു എന്ന് കരുതിയാൽ പെട്ടെന്ന് വിളിക്കുക, 19:30 അതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ ചെയ്തിട്ടുള്ളപ്പോൾ എന്നെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എന്തായാലും ഇടപെടും. എനിക്കൊക്കെ എവിടെ വന്ന് കച്ചവടം ചെയ്യാനും അവർ അലോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ പിടിച്ച് അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർ ഇടപെടാണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുന്നത് ആണത്തല്ല. എന്തായാലും നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കണ ഇതാണല്ലോ ഇപ്പോഴത്തെ കാലഘട്ടം. അത് യാതൊരു കാര്യമില്ല. നമുക്ക് നിയമം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും ഈ പ്രോഗ്രാംസിനൊക്കെ വിളിച്ചിട്ട് ഈ ജയന്റെ വേഷം ചെയ്യിപ്പിച്ചിട്ട് പൈസ തരാതെ പറ്റിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് ആലപ്പുഴയിലൊരു പ്രോഗ്രാം കുട്ടി പ്രദീപും ഞാനൊക്കെ കൂടിയിട്ട് അത്ഭുതദേവിലൊക്കെ അഭിനയിച്ചിട്ടുള്ള. അപ്പം നമ്മളായിരുന്നു വിശിഷ്ടാതിഥികൾ. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞു. അവസാനത്തെ മിക്സിങ് സോങ്സ് ഉണ്ടാവില്ലേ, അത് കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം അതാണ് മുങ്ങി. അപ്പം നമ്മൾ പോകുന്ന വണ്ടിക്കാശും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചായ കച്ചവടം വണ്ടി കയറ്റിയിട്ടാണ് ഞാൻ പ്രോഗ്രാമിന് പോകുന്നത്. ഇവരൊക്കെ വിചാരം എന്തെങ്കിലും ലക്ഷക്കണക്കിന് പൈസയാണെന്നാണ്. ജയൻ സാറ് ഇഷ്ടം പോലെ പൈസയായിരുന്നു. ജയൻ സാറിൻ്റെ പൈസ പ്രേം നസീറിൻ്റെ കയ്യിലുണ്ടായിരുന്നു, ജയഭാരതിയുടെ കയ്യിലുണ്ടായിരുന്നു. ഇഷ്ടം പോലെ പൈസയായിരുന്നു കൃഷ്ണൻ നായർ ജയൻ സാറിന്. അപ്പോൾ ജയൻ സാറിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ജയൻ സാറിന് വേറെ കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളില്ല. ജയൻ സാറാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓലയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലം കംപ്ലീറ്റ് ജയൻ സാറിൻ്റെ ആയിരുന്നു, കൊല്ലത്ത് ഓലയിൽ. അവിടെയൊക്കെ പോയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് ജയൻ സാറിൻ്റെ ബുള്ളറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനാ. മീൻ സിനിമയിലത്തെ ബുള്ളറ്റ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്, ജയൻ സാറിൻ്റെ വല്യച്ഛൻ്റെ വീട്ടിലിരിക്കുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു. കാരണം ജയൻ സാറിന് പൈസയുടെ ഒരു ഇതുണ്ടായിരുന്നില്ല. നേവി ഉദ്യോഗസ്ഥനായിരുന്നു. അത് നിർത്തിയിട്ട് സിനിമയിലേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ജോസ് പ്രകാശിന്റെ മകൻ രാജൻ ജോസ് പ്രകാശിനെ പരിചയപ്പെട്ടത്. ആള് ടൈലറായിരുന്നു, ജോസ് പ്രകാശിന്റെ മോൻ. അങ്ങനെ ജോസ് പ്രകാശിന്റെ മോനാണ് അച്ഛനെ പരിചയപ്പെടുത്തിയിട്ട് ഈ കൃഷ്ണൻ നായറിനെ ജയനാക്കണത് ശാപമോഷ സിനിമയില്. അങ്ങനെ ശാപമോഷ സിനിമയിൽ ആകെ ഒരു പാട്ട് സീനിലാണ് ആള് സിനിമയിലേക്ക് കയറുന്നത്. അപ്പൊ അങ്ങനെ ആ ജോസ് പ്രകാശിന്റെ മകൻ എന്നെ വിളിച്ചു. എന്നിട്ട് ജയൻ സാറിന്റെ 5 ഡ്രസ്സ് എനിക്ക് തന്നു. ആളിട്ടായിരുന്നത് ആ എയർപോർട്ടുള്ള ഡ്രസ്സ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതെന്തായാലും അപ്പൊ എനിക്ക് ഇങ്ങനെ നടക്കാനുള്ള അവകാശമല്ലേ. നടന്നോളൂ. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ദയവ് ചെയ്ത് എന്റെ കൂട്ടുകാരന്മാര് വിളിച്ചോ,
പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈഗോ സെറ്റ് ചെയ്യരുത്, എന്നെ പിടിച്ച് ഇതാക്കി അതിനുള്ളത് നമ്മൾ ഇതാക്കി നിയമത്തിന്റെ പേരിൽ നീക്കി. അവനൊരു സെലിബ്രിറ്റി തന്നെയാണ്. അവൻ പേര് ഞാൻ പറയണില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സാറന്മാരുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ അവന്റെ വീട്ടിലേക്ക് പോയിരിക്കാം. ഇപ്പോ ജയൻ സാറിന് ഒരു മകനുണ്ട് എന്നുള്ള രീതിയിലൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. കുറച്ച് നാൾ മുമ്പാണ്. ഇപ്പോഴും അത് സംബന്ധിച്ച് വാർത്തകൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കുറെ നാൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതിനെപ്പറ്റി ചേട്ടന്റെ അഭിപ്രായം എന്താ? ചേട്ടൻ പറഞ്ഞു ആള് ബാച്ചിലർ ആണ് എന്നുള്ള രീതി നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു മകനുള്ള കാര്യം നമുക്ക് ആർക്കും കേട്ടിട്ടില്ല. പക്ഷെ ഉള്ളതാണോ സത്യമാണോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല, അറിയാൻ വേണ്ട. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ചേട്ടന്റെ ഒരു വ്യൂ ഞാൻ ചോദിക്കാണ്. അതെ, ഞാനിപ്പോ എന്തായാലും ജയൻ സാറിന് മകനുള്ള കാര്യം അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം നമ്മൾ എൻ്റെ ഒരു അച്ഛനാണെങ്കിൽ അതിന് നമുക്ക് തെളിയിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതിന് ശേഷമാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അംഗീകരിച്ചെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ കെട്ടിപ്പിടിക്കും. പക്ഷെ നമുക്കൊരു അംഗീകാരം കിട്ടിയിട്ടില്ല. ആള് തെളിയിച്ചിട്ടില്ല, സമൂഹം അംഗീകരിച്ചിട്ടില്ല. ഇതിപ്പോ എന്റെ വണ്ടിയാണെങ്കിൽ ഇതിന്റെ എല്ലാ ബുക്കും പേപ്പറും എൻ്റെ കയ്യിൽ വേണം. ഇത് കൊണ്ടു നടന്നിട്ട് ശരിക്കുള്ള ഒരാൾ വന്നിട്ട് ഈ വണ്ടി എൻ്റെയാന്ന് പറഞ്ഞാൽ അതെൻ്റെയാന്ന് പറയാനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ ഒരു തെളിവ് ആൾ കൊണ്ടുവരട്ടെ. കാരണം DNA ടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ആൾ വരട്ടെ. ഒരു മുടിഞ്ഞാറ് കിട്ടിയാലും അതിലറിയാൻ പറ്റും. അത് ചെയ്തിട്ട് അദ്ദേഹം അതൊക്കെ ഇനി റിസ്ക് അല്ലേ? അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര പാടുള്ള പണിയാണല്ലോ. അല്ല, പാടുള്ള പണിയല്ല. ആളുടെ ഇപ്പോഴും ഉണ്ടല്ലോ മറ്റേ തമിഴ്നാട്ടിൽ മധു സാറ് പറയാറുണ്ട്, ചെന്നൈയിൽ അദ്ദേഹത്തിന്റെ എല്ലാ റിപ്പോർട്ടും അവിടെ ഉണ്ട്, ബ്ലഡിന്റെ എല്ലാ റിപ്പോർട്ടും. അതിൽ വെച്ചിട്ട് ചെയ്യാലോ. അങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അതുവരെ ആളെ മകനായിട്ട് സ്വീകരിക്കില്ല ആരും. അങ്ങനെയാണ് ഞാൻ സ്വീകരിച്ചെങ്കിൽ എന്നെ അവിടേക്ക് അവരുടെ വീട്ടിലേക്ക് കയറ്റില്ല. ഓലയിൽ ഞാൻ പോയപ്പോൾ ഓലയിൽ ഇങ്ങനെ മകനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവനിവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടുംകാല് തെറ്റിടിക്കുന്ന പറഞ്ഞു അവര് പറഞ്ഞു. ആ ഓലയിലുള്ള ആൾക്കാർ, ആ കടകളിലെ ആൾക്കാരും ജയൻ സാറിന്റെ പ്രതിമ നിൽക്കുന്നുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടുംകാല് തെറ്റിടിക്കുന്ന പറഞ്ഞില്ല അവര്. കാരണം അംഗീകരിച്ചിട്ടില്ല അവര്. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ മഹാപ്രതിഭയ്ക്ക് ഇന്നമാരൊരു മകനുണ്ടെന്ന് പറയുമ്പോൾ അത് വലിയൊരു അപമാനം തന്നെയല്ലേ. ആളുടെ പേരും പ്രശസ്തി നിൽക്കുന്നത് ഒരു വേറെ രീതിയിലാണ്. ഇതിപ്പോ ഇതായി കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. എന്തായാലും അത് തെളിയിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ചേട്ടന്റെ ഒരു വണ്ടിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. പഴയ പാട്ടുകളാണ് ഇപ്പോഴും എന്താ പറയാ കേട്ടിട്ട് നടക്കണേ. ജയന്റെ പാട്ടുകളാണ് കൂടുതലും കേൾക്കുക അല്ലേ? ജയൻ സാറിന്റെ പാട്ടുകളാണ്. ഈ ഒരു റേഡിയോ എത്ര കൊല്ലം പഴയതായിരുന്നു? ഇതൊരു 42 കൊല്ലം പഴക്കമുള്ളതാണ് അല്ലേ? എവിടുന്ന ഒരു ആരാധകൻ തന്നാണ്. ജയൻ സാറിന്റെ വയസ്സാണ് അതിന്. 42 വർഷം മുമ്പ് ജയൻ സാർ മരിച്ചു. ഇപ്പൊ ജയൻ സാറിന് 84 വയസ്സാണ്. ആ മരിച്ച വർഷത്തിൽ ഉള്ള 42 വർഷം പഴയതാണ് അല്ലേ? പണ്ടത്തെ ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ട്, ആളുടെ ഒരു ഫോട്ടോയും ഒക്കെ എപ്പോഴും കാണാനും ഒക്കെ ആയിട്ട്. ചേട്ടനിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ ആരും കാണുന്നില്ല എന്നൊക്കെ കേട്ടു. ഇങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോഴാണെങ്കിലും അധികം കാണാറില്ല എന്ന് കേട്ടെ. എവിടെയായിരുന്നു? വീട്ടിലായിരുന്നു എന്തെങ്കിലും? ഞാനിപ്പോ ഈ വേഷത്തിൽ പോയപ്പോ ഒരുപാട് ആൾക്കാർ, പുറമെയുള്ള ആൾക്കാർ, കൊല്ലം അതുപോലെ തന്നെ കോഴിക്കോട് അവിടെയുള്ള സ്ഥലങ്ങളിലാണ് എന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. തൃശ്ശൂർ ഇത്തിരി വിളി കുറവാണ്. തൃശ്ശൂർ വന്ന് ഫോട്ടോസ് എടുക്കും, അഭിനന്ദിക്കും, കെട്ടിപ്പിടിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ പ്രോഗ്രാം തരാൻ ഒരു വലിവ. അപ്പോൾ കൊല്ലം ജില്ല, കാസർഗോഡ് അങ്ങനെയുള്ള ജില്ലകളിലേക്കാണ് ഏറ്റവും കൂടുതൽ എന്നെ അംഗീകരിക്കുന്നത്. ഇപ്പോൾ വടൂക്കര നമുക്കൊരു സ്വീകരണം കിട്ടി, സ്വന്തം നാട്ടിൽ നിന്ന് ഒരു ആദരവ് കിട്ടിയത് ഇപ്പോഴാണ്. 2 മാസം ഉപ്പാട്. അപ്പൊ ചേട്ടാ, എല്ലാവിധ ആശംസകളും. ഇനിയും കച്ചവടമൊക്കെ നന്നായിട്ട് പോട്ടെ. എന്താ പറയാ, പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് കിട്ടും. അതെ അതെ, ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, വന്നതിന് സന്തോഷം. എടി, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇനി മേലാൽ ഇത്രയും കാര്യങ്ങളിൽ എന്നെ നിയന്ത്രിക്കാൻ വരരുത്. കണ്ടുപിടിക്കേണ്ട. സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എന്നെ പിടിച്ചതിൻ്റെ ന്യായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് നിന്നെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ കഴിയില്ല. നിങ്ങൾ വന്നതിലും എന്നെ കണ്ടതിലും എൻ്റെ ജ്യൂസ് കുടിച്ചതിലും വളരെയധികം സന്തോഷം. എന്തായാലും നിങ്ങൾ നന്നായി വരട്ടെ ജയൻ സാർ.